Reign the Holy Ruach Lord, reign forevermore. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ടോപ്പിക് കുരിശടയാളത്തിനെ പറ്റിയാണ്. എങ്ങനെയാണ് നമ്മൾ കുരിശടയാളം വരയ്ക്കുക? ഹ്രസ്വ കുരിശടയാളമുണ്ട്, ദീർഘ കുരിശടയാളമുണ്ട്. ഹ്രസ്വ കുരിശടയാളം, രണ്ട് കുരിശടയാളത്തിലും മെയിനായിട്ട് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ നാമം ഉപയോഗിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ് നമ്മൾ കുരിശടയാളം വരയ്ക്കുക. ദീർഘ കുരിശടയാളം വരയ്ക്കുമ്പോൾ അതിൽ നമ്മൾ കുരിശിനെ ഓർക്കുന്നുണ്ട്. കുരിശടയാളം വരയ്ക്കുമ്പോൾ രണ്ട് കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, കർത്താവ് നമ്മെ വീണ്ടെടുത്തതും കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ചും നമ്മൾക്ക് ഓർമ്മിക്കുകയാണെങ്കിൽ കുരിശടയാളം വളരെ ശക്തിയേറിയതായിട്ട് മാറും. എപ്പോഴും നമ്മളെല്ലാവരും മീനിങ് ഫുള്ളി കുരിശടയാളം വരയ്ക്കും, ചിലപ്പോൾ മീനിങ് അല്ലാതെ കുരിശടയാളം വരയ്ക്കും. എങ്ങനെയാണ് നമുക്ക് മീനിങ് ഫുള്ളി കുരിശടയാളം വരയ്ക്കാൻ സാധിക്കുക എന്നാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു ടോപ്പിക്കിലൂടെ നമുക്ക് ചിന്തിക്കാൻ പോകുന്നത്. 2 കൊറിന്തോസ് 13:13 പറയുന്നത്, നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ കുർബാനയിലുടനീളം നമുക്ക് ഈ ഒരു കാര്യം നമ്മൾ റിസീവ് ചെയ്യുന്നതായിട്ട് നമുക്ക് അനുഭവിക്കാൻ സാധിക്കാറുണ്ട്. അപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം കിട്ടുമ്പോൾ അത് നമ്മുടെ നെറ്റിയുടെ മുകൾ ഭാഗത്തായിട്ട് നമ്മൾ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം സ്വീകരിക്കും. വയറിൻ്റെ കീഴ്ഭാഗത്തായിട്ട് പുത്രനായ ദൈവത്തിൻ്റെ കൃപ, അത് നമ്മുടെ ഹാർട്ടിനെയും നമ്മുടെ ബാക്ക് ബോണെയും സ്ട്രോങ് ആക്കും. പിന്നെ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ സംസർഗം, സഹവാസം നമ്മുടെ കൂടെ, അത് നമ്മുടെ 2 ഷോൾഡേഴ്സിൻ്റെ എൻഡിലായിട്ട്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി കുരിശടയാളം വരയ്ക്കാം. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. Reign the Holy Ruach Lord, reign forevermore. Reign the Holy Ruach Lord, reign forevermore. ഇന്നൊരു ക്വസ്റ്റ്യനോട് കൂടി നമുക്ക് തുടങ്ങാം. എന്താണ് ഈ സമാധാനം? വീടുകളിലൊക്കെ നമ്മുടെ അപ്പനും അമ്മയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, എനിക്കൊന്ന് മനസമാധാനമായിട്ട് മരിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഈ രോഗത്തിൽ നിന്നൊക്കെ രോഗത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു അപകടത്തിൽ നിന്നൊക്കെ നമ്മൾ രക്ഷപ്പെട്ടു വന്നു കഴിയുമ്പോൾ എനിക്ക് സമാധാനമായി. പക്ഷെ എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ, എന്താണ് ഈ സമാധാനം? ലോകത്തിൽ നിന്ന് കിട്ടുന്ന സമാധാനമാണോ അതോ ദൈവത്തിൽ നിന്ന് കിട്ടുന്ന സമാധാനമാണോ ഞാൻ അനുഭവിക്കുന്നതെന്ന്? എന്താണ് ഈ സമാധാനം? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈശോ പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു എന്ന്. അപ്പൊ ലോകത്തിൽ നിന്നുള്ള സമാധാനമുണ്ട്, ദൈവത്തിൽ നിന്നുള്ള സമാധാനമുണ്ട്. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? ഒറ്റ കാര്യമേ ഉള്ളൂ, ലോകത്തിൽ നിന്ന് നമുക്കൊരു സമാധാനം കിട്ടിയാൽ അതൊരു നിമിഷ നേരത്തേക്കുള്ളൂ, ആ ഒരു മിനിറ്റിന് അല്ലെങ്കിൽ ആ ഒരു മണിക്കൂർ കാണില്ല, ആ ഒരു മിനിറ്റിനെ കാണുള്ളൂ. പക്ഷെ ദൈവം നൽകുന്ന സമാധാനം അത് നമ്മുടെ നിത്യതയോളം എത്തുന്ന ആ ഒരു സമാധാനം. ഈശോ പറയുന്നുണ്ട്, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അപ്പോൾ നമ്മുടെ ഹൃദയത്തിലാണ് ആ ഒരു സ്വസ്ഥത വേണ്ടത്, നമ്മുടെ ഹൃദയത്തിലാണ് ആ ഒരു സമാധാനം വേണ്ടത്. നമ്മുടെ ഹൃദയത്തിൽ സ്വസ്ഥതയില്ലെങ്കിൽ, നമ്മുടെ ഹൃദയത്തിൽ സമാധാനം ഇല്ലെങ്കിൽ അത് നമ്മുടെ കണ്ണുകളിൽ കൂടെ വരും, അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികളിൽ കൂടെ വരും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്തിൻ്റെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു അവയവങ്ങളിൽ കൂടെ അത് പുറത്തേക്ക് വരും നമുക്ക് സമാധാനം ഇല്ലെങ്കിൽ. അപ്പം എങ്ങനെയാണ് ഈ സമാധാനം നമുക്ക് ലഭിക്കുക? നമുക്കറിയാം, ഈശോ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോപണത്തിൻ്റെയൊക്കെ സമയത്ത് ശിഷ്യന്മാരുടെ അടുത്ത് ചെന്നപ്പം ഈശോ വിശ്വസിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. എന്തായി വിശ്വാസം, അല്ലെങ്കിൽ എന്തായി ദൈവത്തിൻ്റെ കാറ്റ്? അതെല്ലാം പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറഞ്ഞിരിക്കുക. എനിക്കിപ്പോൾ ഒരു കാര്യം ഓർമ്മ വരുന്നു, നമ്മളൊക്കെ നമ്മുടെ ബോഡി ഫിറ്റാകാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് ഫിറ്റാകാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ ബോഡി ഫിറ്റാകാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ മരുന്ന് കഴിക്കേണ്ടി വരും, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ എക്സസൈസ് ചെയ്യും. അതുപോലെ തന്നെ നമുക്കൊരു സ്പിരിച്വൽ കാര്യങ്ങൾക്ക് നമുക്കൊരു ഫിറ്റ്നസ് വേണ്ടേ? അപ്പം എന്താണ് ഇതിന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം? പരിശുദ്ധാത്മാവിനെ നിറച്ചുകൊണ്ടേയിരിക്കുക, യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. ഈ സാധാരണ യുദ്ധമൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു സമരത്തിൽ നമ്മൾ ജയിച്ച് വന്നു കഴിയുമ്പോൾ നമുക്കൊരു ആനന്ദം നമ്മുടെ ഉള്ളിൽ അനുഭവപ്പെടില്ലേ? അതാണ് നമുക്ക് കിട്ടുന്ന യഥാർത്ഥ സമാധാനം. അപ്പോൾ ആ ഒരു പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള ഒരു ദാഹം എൻ്റെ
ഉള്ളിലുണ്ടെങ്കിൽ ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്, ദാഹാർത്തനെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, നിർദ്ധനൻ വന്ന് വാങ്ങി ഭക്ഷിക്കട്ടെ എന്ന്. അപ്പൊ നമുക്ക് നിരന്തരം ദാഹിച്ചുകൊണ്ടിരിക്കണം. ഈ സാധാരണ നമ്മൾ കുടിവെള്ളം അത് കുടിക്കുമ്പോൾ എനിക്ക് അത്ര ദാഹമുണ്ട്, ഒരിറ്റ് വെള്ളം കിട്ടുമായിരുന്നെങ്കിൽ അത്രയും നമ്മൾ ആഗ്രഹിച്ചു പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പരിശുദ്ധാത്മാവിന്റെ ജീവജലത്തിന് വേണ്ടി നമുക്ക് ആഗ്രഹിച്ചുകൂടെ? അപ്പോൾ ആ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് ആ പരിശുദ്ധാത്മാവിന് അത്രയധികമായി നമുക്ക് തരികയില്ല. ദൈവവചനം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അപ്പം അത്രയും പരിശുദ്ധാത്മാവിനെ നിറച്ച് 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 നമ്മുടെ ഉള്ളിലും ചുറ്റിലും പുറത്തും അകത്തും എല്ലാം പരിശുദ്ധാത്മാവിനെ നിറച്ച് 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 വെച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് കാര്യം വന്നാലും ഒരു ശാന്തതയോടെ നമുക്ക് പണി ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ശാന്തതയോടെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. അല്ലെങ്കിൽ അയ്യോ ഞാൻ ചെയ്യുന്നത് ശരിയാണോ, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് തെറ്റിപ്പോയോ, ഈ ടെൻഷൻ പിടിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യവും പോകും, നമ്മൾ ചെയ്യുന്ന ദൈവത്തിങ്കിലേക്കും എത്തില്ല, അതുപോലെ ഒരു രീതിയിലേക്ക് പോകും. പക്ഷെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ് 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 പരിശുദ്ധാത്മാവിന് ദാഹജലം സ്വീകരിച്ച് പരിശുദ്ധാത്മാവിനെ ഭക്ഷിച്ച് ആ ഒരു സമാധാനത്തിൽ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ഒരു മനോഹരമായ ഒരു പ്രാർത്ഥനയുണ്ട്, സമാധാന പ്രാർത്ഥന. കർത്താവെ, എന്നെ അങ്ങനെ സമാധാനത്തിനൊരു ഉപകരണമാക്കണമേ. നമുക്കുമായിക്കൂടെ ഈശോയുടെ ഒരു സമാധാനത്തിൻ്റെ ചാനലായി ഈ ലോകത്തിലെ സമാധാനം. ഈ ലോകത്തിൽ ഇപ്പം എല്ലാവരും ഇപ്പം എവിടെയൊക്കെ ആൾക്കാരോട് ചോദിച്ചാൽ എനിക്ക് സ്നേഹം കിട്ടുന്നില്ല, എനിക്ക് സമാധാനം കിട്ടുന്നില്ല, എനിക്ക് സ്നേഹം കിട്ടുന്നില്ല, എനിക്ക് സമാധാനം കിട്ടുന്നില്ല, എനിക്ക് സമാധാനം വേണം, എനിക്ക് സമാധാനം വേണം. എന്താ എല്ലാവരും ഇത് അന്വേഷിച്ച് നടക്കുന്നു? ദൈവവചനത്തിലേക്കൊന്ന് കണ്ണോടിച്ചേ, അല്ലെങ്കിൽ ദൈവവചനം ഒന്ന് എടുത്ത് നോക്കിക്കേ. വെറുതെ അതിനെ ഒന്ന് എടുത്ത് മറിക്കുമ്പോൾ ഇത് ഈശോയാണല്ലോ, ഒന്ന് തലോടി അതിനെ ഒന്ന് നോക്ക്. ഇടയ്ക്കിടയ്ക്ക് ദൈവവചനം എടുത്ത് നോക്ക്, എന്താ ഈശോ എന്നോട് പറയണേ. അപ്പം അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. എക്സ്പീരിയൻസിലൂടെയാണ് ഓരോ കാര്യങ്ങളും ഇവിടെ പറയണത്. ഓരോ കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്ത് പ്രാർത്ഥനയിൽ ജോലിയിലാണെങ്കിൽ ജോലിയിൽ ഏതൊരു കാര്യം ചെയ്താലും എനിക്കൊരു ശാന്തത വേണം. അല്ലെങ്കിൽ നമ്മൾ നടക്കണ വഴിക്ക് അത് തട്ടിമറിച്ചിട്ടു ഇത് തട്ടിമറിച്ചിട്ടു ഒരു സമാധാനമില്ല. നമ്മുടെ ഉള്ളിൽ എന്താണോ അതാണ് പുറത്തേക്ക് വരുന്നത്. ഉള്ളിൽ സമാധാനം ഉണ്ടെങ്കിൽ നമുക്കൊരു ഇടുങ്ങിയ വഴിയിലൂടെ പോകാൻ ദൈവവചനം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. സ്വർഗത്തിലേക്കുള്ള വഴി ഇടുങ്ങിയതാണ്, ഞെരുക്കമുള്ളതാണ്. നമുക്ക് ഞെരുക്കങ്ങളുണ്ടാകും, ഇടുങ്ങിയ അവസ്ഥകളുണ്ടാകും, സഹനങ്ങളുണ്ടാകും. പക്ഷേ ഉള്ളിൽ ഈ പരിശുദ്ധാത്മാവുണ്ട്, ഉള്ളിൽ ഈശോ നിറഞ്ഞിരിപ്പുണ്ട്. നമ്മൾ പരിശുദ്ധ കുർബാനയിൽ എപ്പോഴും, പ്രത്യേകിച്ച് സീറോ മലബാർ പരിശുദ്ധ കുർബാനയിൽ എപ്പോഴും പറയുന്നുണ്ട്, സമാധാനം നിങ്ങളോടുകൂടെ, സമാധാനം നിങ്ങളോടുകൂടെ. ഈ സമാധാനം നമ്മൾ ഇച്ചിരി അവെയറായി ഒന്ന് സ്വീകരിച്ച് ഈ കർത്താവ് തരുന്ന ദൈവത്തിൻ്റെ പ്രതിനിധിയാണ്, കർത്താവിൻ്റെ പ്രതിനിധിയാണ് വൈദികൻ മദ്ബഹായിൽ നിന്ന് നമുക്ക് സമാധാനം തരുമ്പോൾ, സമാധാന ആശീർവാദം തരുമ്പോൾ അതൊന്ന് അവെയറായിട്ട് നമ്മൾ സ്വീകരിച്ച് ആ ഒരു സമാധാനം നമുക്ക് ഉള്ളിൽ കിട്ടില്ലേ. അപ്പോൾ അതുപോലെ നമുക്ക് സ്വീകരിച്ച് പരിശുദ്ധ കുർബാനയിൽ നമുക്ക് അവെയറായി നിന്നുകൊണ്ട് ദൈവം തരുന്ന ആ സമാധാനം സ്വീകരിച്ചുകൊണ്ട് ഉള്ളിലെ സമാധാനം കുറച്ച് നേരം ശാന്തമായിട്ട് ദൈവത്തിൻ്റെ അടുത്ത് പോയിരിക്കും. ഒന്നും പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല, എനിക്കൊന്നും പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല, ഒന്നുമില്ലെങ്കിലും പോയി ഈശോയുടെ കുരിശുരൂപത്തിൻ്റെ മുന്നിൽ പോയിട്ട് എനിക്കൊന്നും പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല, എങ്കിലും ആ മുഖത്തേക്കൊന്ന് നോക്കിയിരിക്കുക, പരിശുദ്ധ അമ്മയുടെ മുഖത്തേക്കൊന്ന് നോക്കിയിരിക്കുക. അപ്പോൾ നമുക്ക് കിട്ടും, നമ്മുടെ ദാഹത്തിനനുസരിച്ച് ഒന്ന് ചെയ്ത് നോക്കിക്കേ. ആ ഒരു നമ്മുടെ പ്രവൃത്തിയിലൂടെയാണ് നമുക്കത് ലഭിക്കുകയുള്ളൂ. നമുക്ക് അങ്ങനെ ദൈവത്തിൻ്റെ ഒരു ചാനലായി, സമാധാനത്തിൻ്റെ ഒരു ചാനലായി നമുക്ക് വളരാം. Reign the Holy Ruach Lord, reign forevermore.